എന്താ ചെയ്തോണ്ടിരുന്നെ? സോറി മാഡം, ഞാൻ ഓഫീസ് കാര്യങ്ങളാണ് എഴുതിക്കൊണ്ടിരുന്നെങ്കിൽ എന്നെ കാണുമ്പോൾ ഒളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാ ചോദിച്ചേ, എന്തായിരുന്നു? അത് മാഡം പ്രോബ്ലം ഉണ്ടാക്കരുത്. അതൊന്നുമില്ല. എന്താ ചെയ്തിരുന്നെന്ന് പറ. അത് ആ പേപ്പറിങ് എടുത്ത്. എടുക്ക. ഇതെന്താ ഇത്? അത് മാഡം ഞാൻ ഫ്ലെയിംസ് നോക്കിയിരുന്നതാ. ഫ്ലെയിംസ്? അതെന്താ സംഭവം? അല്ല, അത് മാഡം ഈ ലവറുമായിട്ടുള്ള ഫ്ലെയിംസ് നോക്കുന്നു പറയില്ലേ, അത് നോക്കിയതാ. ഞാൻ കേട്ടിട്ടില്ലല്ലോ. ശരിക്കും ഇതൊരു കളിയാ മാഡം, പക്ഷേ ലോകാകമാനം വ്യാപിച്ചൊരു കാര്യ. ഇത് വെച്ച് നോക്കിയാല് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആള് നമ്മളോട് ഏത് രീതിക്കാണെന്ന് നമുക്കറിയാൻ പറ്റും. അതെങ്ങനെ? അത് മാഡത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പറ. മാഡം, ഈ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാലേ എഫ് ഫ്രണ്ട്സ് ആണ്, എല് പിന്നെ ലവേഴ്സ്, എ അഫെക്ഷൻ. അതെന്താ? അഫെക്ഷൻ എന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്താ? ഈ അഫെക്ഷൻ എന്ന് വെച്ചാ സ്നേഹം തന്നെയാ, പക്ഷേ പ്രണയത്തിന് അപ്പുറമുള്ള എന്താ പറയാ, ഈ കരുതലും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരിത്, അത്രേ ഉള്ളൂ. പിന്നെ പറ. ഈ എം ആണെങ്കില് മാരേജ് ആണ്, ഇ ആണെങ്കില് എനിമി, എസ് ആണെങ്കില് സിബ്ലിങ്സ് ആണ്, ഈ സഹോദരി എന്നൊക്കെ പറയൂലേ. ഇത് എനിക്കൊന്ന് പറഞ്ഞുതരോ? അതിനെന്താ മാഡം, ഇത് സിമ്പിൾ ആണ്. ആദ്യം നമ്മുടെ പേരെഴുതണം. ഒരു ഉദാഹരണത്തിന് ഞാൻ വേണമെങ്കിൽ എന്റെ പേര് എഴുതി കാണിച്ചു തരാം. ഇനി എന്റെ ലവറിന്റെ പേരെഴുതാം. മനസ്സിലായോ? ഞാൻ വേണമെങ്കിലേ മാഡത്തിന്റെ പേരെഴുതി വെട്ടട്ടെ? അതൊന്നും വേണ്ട. ഈ പേപ്പർ ഞാൻ എടുത്തോട്ടെ? എടുത്തോ മാഡം. എന്താന്ന് പറഞ്ഞ? അഫെക്ഷൻ. അപ്പോ സൂര്യ സാറിന് എന്നോട് സ്നേഹത്തിനും പ്രണയത്തിനും അപ്പുറമുള്ളൊരു കരുതൽ.